നമസ്കാരം. വൃക്കരോഗികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ, അല്ലേ? ഞാൻ തന്നെ ഒരു വൃക്കയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ട് നല്ല വൈറലായിരുന്നു. അത് ക്രിയാറ്റിൻ കുറയ്ക്കാനുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന്, ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ വൃക്കരോഗികൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജീവിതശൈലി രോഗങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എങ്കിലും കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസ്, ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതി എന്ന രീതിയിലും വരുന്നുണ്ട്. എങ്കിലും വളരെ കൂടുതൽ പേഷ്യൻസ് വരുന്നത് ഡയബറ്റീസ്, പ്രമേഹവുമായി ബന്ധപ്പെട്ട വൃക്കരോഗമായിട്ടാണ്. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. പിന്നെ കൂടാതെ ഹൈപ്പർ ടെൻസീവ്, BP കൂടിയിട്ട്, അതായത് അമിത രക്തസമ്മർദ്ദം വന്നിട്ട് ഈ ഒരു വൃക്കരോഗത്തിലേക്ക് പോകും. ഈ വൃക്കരോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു 6 പാരാമീറ്റേഴ്സ് അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്പർ 1 ആണ് ക്രിയാറ്റിനിൻ. ക്രിയാറ്റിനിൻ സാധാരണ ഒരു 0.7 to 1.3 നിൽക്കേണ്ടത്. അതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു നെഫ്രോപ്പതി. അത് കഴിഞ്ഞിട്ട് ഒരു സിവിയറായി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ 5, 6 ഒക്കെ ആവുമ്പോഴാണ്. അപ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതിയിൽ ഇതിന് ഒരു 4, 3 താഴെ നിൽക്കുന്ന പേഷ്യൻസിന് ഞാൻ നന്നായിട്ട് കുറച്ച് നല്ല ഒരു ജീവിതം, അവർക്ക് ഡയാലിസിസിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു നല്ല ഒരു മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേസമയം ഹൈപ്പർ ടെൻസീവ്, പ്രഷറുമായി ഹൈപ്പർ ടെൻഷൻ ആയിട്ട് ബന്ധപ്പെട്ടതും അതേ രീതിയിൽ നമുക്ക് ഒരുവിധം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ നെഫ്രോപ്പതി വളരെ ബുദ്ധിമുട്ടാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കകത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ആ വ്യത്യാസങ്ങളുടെ കാരണമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ കുറയുന്നു, ഫിൽട്രേഷൻ കപ്പാസിറ്റി കുറയുന്നു, ഫങ്ഷനിങ് എബിലിറ്റി കുറയുന്നു. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ 6 ടെസ്റ്റുകൾ, 6 അല്ല 7 ടെസ്റ്റുകളോളം നമുക്ക് അത്യാവശ്യമായി ഇത് കിഡ്നി രോഗമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ചെയ്യേണ്ടതുണ്ട്. നമ്പർ 1 ആയിട്ട് ക്രിയാറ്റിനിൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് യൂറിയ നോക്കണം. 40 മുകളിലാണെങ്കിൽ അതും അതിൻ്റെ ഒരു ലക്ഷണമാണ്. ഹീമോഗ്ലോബിൻ ഇവർക്ക് കുറഞ്ഞു പോയി, അത് ഒരു 12 താഴോട്ട് വരുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ പൊട്ടാസ്യം കൂടിക്കൊണ്ടിരിക്കും, പൊട്ടാസ്യം. അതുപോലെ തന്നെയാണ് ഫോസ്ഫറസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനമാണ് EGFR, ഗ്ലോമറുലോ ഫിൽട്രേഷൻ റേറ്റ്. ഈ ഗ്ലോമറുലോ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് അരിപ്പയ്ക്കുണ്ടാവുന്ന കപ്പാസിറ്റി, അരിച്ചെടുക്കാൻ, വേസ്റ്റ് പ്രോഡക്റ്റ് അരിച്ച് മൂത്രത്തിൽ കൂടെ കളയാൻ ഉള്ള കപ്പാസിറ്റി അത് കുറഞ്ഞു. EGFR എന്ന് പറയാൻ 90 മുകളിലാണ് സാധാരണ നിൽക്കേണ്ടതെങ്കിൽ അത് താഴോട്ട് ഇറങ്ങി 70, 60, 50, 5, 6 ആയിട്ടിരിക്കുന്ന പേഷ്യൻസും എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതൊക്കെ ഒരു ഗുരുതരമായൊരു സ്ഥിതിവിശേഷമാണ്. അതുപോലെ തന്നെയാണ് അടുത്തത് യൂറിനകത്തുള്ള മാക്രോ ആൽബുമിൻ്റെ ഒരു പ്രസൻസ്, പത കാണില്ല മൂത്രത്തിൽ. അപ്പോൾ അത് പല രീതിയിൽ +2+, 1+, 2+, 3+, 4+, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മൈക്രോ ആൽബുമിനൂറിയ, യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ, ഇവയൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇതിനൊക്കെ മുകളിലാണ് സിസ്റ്റാറ്റിൻ C എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വൃക്കരോഗമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും, അത് വളരെ കൺഫർമേറ്ററി ആയിട്ട് EGFRനേക്കാൾ കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് സിസ്റ്റാറ്റിൻ C. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചയൊക്കെ പിടിക്കുന്ന, അത്രയ്ക്ക് കുറച്ച് താമസിച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അപ്പോൾ ഇതിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനിങ് എബിലിറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റുകൾ എന്നിരിക്കെ ഇതിലേക്ക് വരുന്ന, ഇപ്പം 1.3 ക്രിയാറ്റിൻ മുകളിലോട്ട് വരുന്നവരും, യൂറിയ ഒരു 50 മുകളിൽ നിൽക്കുന്നവരും, ആൽബുമിൻ ഒരു 1+ ആയവരും ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു 1, 2 അല്ലെങ്കിൽ 3 താഴെ നിൽക്കുകയാണെങ്കിൽ ക്രിയാറ്റിൻ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഒരു പ്രിവെൻറ്റീവ് കോൺസെപ്റ്റിലേക്ക് ഇതെല്ലാം തന്നെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണക്രമം, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ക്രിയാറ്റിൻ പേഷ്യൻറ്റിനുള്ള എന്തൊക്കെ പ്രോട്ടീൻ കഴിക്കാമെന്നും, എന്തൊക്കെ ഭക്ഷണങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമുക്ക് ഈ കിഡ്നി രോഗികൾക്ക്, അല്ലെങ്കിൽ വൃക്ക രോഗികൾക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇവർക്ക് ഇങ്ങനെ ഒത്തിരി ഹെർബൽ ടീ ഒന്നും അധികം കഴിക്കാൻ പറ്റത്തില്ല. ഇതിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ ക്രിയാറ്റിൻ ആണെങ്കിലും യൂറിയ ആണെങ്കിലും നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ ഡിസോൾവ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്ന വേസ്റ്റാണ് ഈ പറയുന്ന യൂറിയയും ക്രിയാറ്റിനും. അപ്പോൾ നമ്മൾ പ്രോട്ടീനാണ് ഏറ്റവും ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് കിഡ്നിക്ക് അരിപ്പയ്ക്കുള്ള കപ്പാസിറ്റി കുറയുമ്പം പൊട്ടാസ്യം കൂടി വരും, ഫോസ്ഫറസ് കൂടി വരും. അപ്പോൾ ഇത് രണ്ടും കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കണം വേണ്ടത്.
പൊട്ടാസ്യവും ഫോസ്ഫറസും കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കണം. പിന്നെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് സാച്ചുറേറ്റഡ് ഫാറ്റ്, ഒത്തിരി കൊഴുപ്പ്, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് പൊരിക്കുന്ന ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ളത് നമ്മൾ കുറയ്ക്കണം. അതേസമയം നല്ല കൊളസ്ട്രോൾ കൂട്ടി കൊടുക്കണം, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടി കൊടുക്കണം. അതിനാണ് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ എപ്പോഴും പറയുന്നത്. കരിഞ്ജീരകത്തിൻ്റെ ക്യാപ്സ്യൂൾ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നാച്ചുറലായിട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് എൻ്റെ ഈ ചികിത്സയിൽ. അപ്പോൾ എങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വെള്ളം, വലിയ കിഡ്നി പ്രശ്നമില്ലാത്തവരാണെങ്കിൽ, അതായത് ക്രിയാറ്റിനിൻ പറഞ്ഞ 1.5 1.2 താഴെ നിൽക്കുന്നവർക്കാണെങ്കിൽ വെള്ളം കുടിക്കാം, ആവശ്യത്തിന് വെള്ളം കുടിക്കാം. നീരില്ലാത്തവർക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയാമല്ലോ. കിഡ്നി രോഗികളുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മുഖത്തൊരു നീർവീക്കം വരും, അത് മൂത്രത്തിൽ ഉപ്പ് പോകുന്ന ആൽബുമിൻ പോകുന്നതിൻ്റെയാണ്. കാലിൽ നീര് വരും, ദേഹത്ത് നീര് വരും, വെള്ളത്തിൻ്റെ അളവ് കുറയും, വെള്ളത്തിൻ്റെ മൂത്രത്തിൻ്റെ അളവ് കുറയും. അതനുസരിച്ച് ചിലപ്പോൾ നമ്മളിപ്പോൾ 1 ലിറ്റർ 1.5 ലിറ്റർ കുടിച്ചാൽ 1 ലിറ്ററിന് താഴെയായിരിക്കും മൂത്രം പോകുന്നത്. അങ്ങനെയല്ല, അത് നന്നായിട്ട് അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് മൂത്രം പോകേണ്ടതുണ്ട്. നമ്മൾ ഭക്ഷണത്തിനകത്ത് നിന്ന് കിട്ടുന്ന വെള്ളവും ഒക്കെ കൂടെ, കുടിക്കുന്ന വെള്ളവും ഒക്കെ കൂടെ നമുക്ക് കുറച്ചുകൂടെ മൂത്രം ആവശ്യത്തിലധികം പോകുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫങ്ഷനിങ് എബിലിറ്റി നിൽക്കുന്നത്. പിന്നെ ചിലർക്കാണെങ്കിൽ മൂത്രം പോകും, വലിയ നീര് കാണത്തില്ല, പക്ഷേ ക്രിയാറ്റിനിൻ മോളിൽ നിൽക്കും. അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഹെർബൽ ടീസ് ഒന്നും കഴിക്കാൻ പാടില്ല. അതിനൊക്കെ തന്നെ നന്നായിട്ട് പൊട്ടാസ്യവും ഫോസ്ഫറസും ഉണ്ട്. ഈ പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കുഴപ്പം വരുമെന്നല്ല, അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റിയെ പോകും. ഹാർട്ടിൻ്റെ നെർവ് ഇമ്പൾസ് കൂടുതലായിട്ട് കറക്റ്റ് ട്രാൻസ്മിഷൻ വരത്തില്ല. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹൃദയമിടിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹൃദയമിടിപ്പ് നിൽക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മളുടെ അതിൻ്റെ കപ്പാസിറ്റി, ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി, പമ്പ് ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റി, അത് മസിൽസ്. അപ്പം മസിലിനും നെർവിനും ഏറ്റവും അത്യാവശ്യമാണ് പൊട്ടാസ്യം എന്നിരിക്കെ ഇത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് വളരെ പ്രധാനം. വളരെ ഞാണിന്മേ കളി പോലെയാണ്. 3.7 to 5.2 വരെയാണ് ഇതിൻ്റെ നോർമൽ വാല്യൂ. 3.7 താഴോട്ട്, 3 താഴോട്ട് പോയാൽ അതും കുഴപ്പമാണ്, ഹൈപ്പോകലീമിയ എന്ന് പറയും. അപ്പം നമ്മൾ അതിന് മരുന്ന് കൊടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോകണം. അതുപോലെ തന്നെ ഫോസ്ഫറസും അത് 2.5 to 4.5 മില്ലിമീറ്റർ പെർ ലിറ്റർ ആണ്. ഇത് മില്ലിമോളാണ്. പൊട്ടാസ്യം മില്ലിമോൾ, മറ്റേത് മില്ലിമീറ്റർ പെർ ലിറ്റർ. അപ്പോൾ ഈ പൊട്ടാസ്യവും അതുപോലെ തന്നെയാണ്. നമുക്ക് പൊട്ടാസ്യം, ഈ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക് പൊട്ടാസ്യം ബ്ലഡിൽ കൂടി നിന്നാൽ എന്ത് സംഭവിക്കും? ഈ പൊട്ടാസ്യം എല്ലിനകത്തിരിക്കുന്ന കാൽസ്യത്തെ വലിച്ച് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ബ്ലഡിനകത്ത് ഈ ഇത് കൂടിക്കിടക്കുമ്പോഴത്തേക്ക് രക്തക്കുഴൽ അടയാനുള്ള സാധ്യതയുണ്ട്. രക്തഓട്ടം കുറയാനും നമുക്ക് ഹാർട്ടിന് അത് പ്രശ്നമാണ്. കൂടാതെ എല്ല് തേയ്മാനം, നമുക്ക് എല്ലിൽ വേണ്ട കാൽസ്യം അല്ലേ വലിച്ച് വെളിയിലിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരും, രക്തക്കുഴൽ അടഞ്ഞു പോകും. അതുപോലെ തന്നെ പൊട്ടാസ്യം ഫോസ്ഫറസ് കൂടി നിന്നാൽ അത് ഹാർട്ടിന് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിൽ തീർച്ചയായും പൊട്ടാസ്യവും ഫോസ്ഫറസും നന്നായിട്ട് കുറയ്ക്കണം. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിൽ തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തേണ്ടത് നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഈ പറയുന്ന ഫോസ്ഫറസും ഇല്ലാത്ത മുട്ടയുടെ വെള്ള, ഒരു മുട്ട തന്നെ കഴിക്കാം, കുഴപ്പമില്ല. കോളിനും നമുക്കെല്ലാം കിട്ടുന്നതാണ്. മുട്ടയുടെ മഞ്ഞക്കരു, കുറച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അത് കുഴപ്പമില്ല. ഒരു മുട്ട ദിവസവും കഴിക്കാവുന്നതാണ്. ഞാൻ 2.2 താഴെ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അത് ഓർമ്മ വേണം. ഈ 2 മോളിൽ കയറി കഴിഞ്ഞാൽ അത് നമുക്കൊരു അഡ്മിഷനിലൂടെ ആണ് ശരിയാക്കേണ്ടത്. 2 4 ഇടയ്ക്കൊക്കെ ഉള്ള ഒരു അഡ്മിഷൻ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ചികിത്സകളും കൂടെ ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇത് മുട്ട നന്നായിട്ട് കഴിക്കാം. അതിനകത്ത് കുറച്ച് പച്ചക്കറികളും ചേർക്കാവുന്നതാണ്. പച്ചക്കറി ചേർക്കാവുന്ന എന്തൊക്കെയാണെന്ന് അറിയാമോ? അത് വളരെ പ്രധാനം. ക്യാരറ്റ് ചേർക്കാം, അതുപോലെ കുക്കുംബർ, സലാഡ് വെള്ളരി ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ക്യാബേജ് ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം. അപ്പം അങ്ങനെയുള്ള കൂടുതലായിട്ട് അന്നജം എടുക്കാതെ, ഡയബറ്റിക് പേഷ്യൻസ് പ്രത്യേകിച്ചും അന്നജം എടുക്കാതെ ഇങ്ങനെ ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇലക്കറികൾ ഇടരുത്, മുരിങ്ങയില ഇടാൻ പാടില്ല. പക്ഷേ ചിയാ സീഡ് ഒരു പരിധി വരെ 1 ടീസ്പൂണൊക്കെ ഇട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഇഡ്ഡലിയോ മറ്റോ കഴിക്കാം. അത് നമുക്ക് വൈറ്റ് റൈസും ബ്രൗൺ റൈസും തമ്മിൽ ചില വ്യത്യാസമുണ്ട്. ബ്രൗൺ റൈസിൽ കുറച്ച് പൊട്ടാസ്യവും കുറച്ച് ഫോസ്ഫറസും ഉണ്ട്. എങ്കിൽ കൂടിയും ഇത് തിളപ്പിച്ചൂറ്റിയെടുക്കുന്ന ഒരു ബ്രൗൺ റൈസിൽ ഒരു കുഴപ്പവും വരുത്തില്ല എന്നാണ്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് സ്വാദിൻ്റെ ബ്രൗൺ റൈസാണ്. പക്ഷേ 20% തവിടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ശരീരത്തിന് ഒരു കേടുപാടുകളും വരത്തില്ല. 100% ബ്രാൻഡ് തവിടുള്ളതിന് കൂടുതലായി പൊട്ടാസ്യവും ഫോസ്ഫറസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കിഡ്നി രോഗികൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിക്കണം. അപ്പോൾ ഇങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാം. അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് ചേർക്കണം. എന്നാൽ തേങ്ങയിൽ പൊട്ടാസ്യം കൂടുതലാണ്. അപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ചുകൊണ്ട്
വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കണം. വെർജിൻ കോക്കനട്ട് ഓയിൽ അങ്ങനെ പൊട്ടാസ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോസ്ഫറസും ഒന്നുമില്ല. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഏറ്റവും നല്ല കൊളസ്ട്രോളിൻ്റെ കലോറിയാണ് HDL, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ഇവയെല്ലാം തന്നെയും ഇതിനകത്ത് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മൈക്രോഫ്ലോറയുടെ ഭക്ഷണവുമാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, പ്രീബയോട്ടിക് പ്രോബയോട്ടിക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രീബയോട്ടിക്കാണ്. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് മൈക്രോഫ്ലോറ, അതിനുള്ള ഭക്ഷണമാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം ഇതാണ്. നിങ്ങൾ ദയവേത് ചായ, കാപ്പി, ഇങ്ങനെയുള്ള കട്ടൻ ചായ ഇവയൊന്നും, അതുപോലെ ഗ്രീൻ ടീ പോലും കുടിക്കാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. ഇവയൊക്കെ തന്നെയും ഇത്തിരി അഡൾട്രേഷൻ വരുന്നത് മാത്രമല്ല, ഹെർബൽ ടീ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതിനകത്ത് പൊട്ടാസ്യം ഫോസ്ഫറസും കൂടുതലുള്ളത് കൊണ്ട് അതും വേണ്ട. അടുത്തത് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറയുമ്പം എല്ലാം ലീച്ച് ഔട്ട് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലുണ്ട്. ലീച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ തിളപ്പിച്ചൂറ്റിയെടുക്കുക. അതെങ്ങനെ, ആദ്യം കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് അരമണിക്കൂറെങ്കിലും നന്നായിട്ടിട്ട് തിളപ്പിക്കുക. അല്ലെങ്കിൽ തിളച്ച വെള്ളം എടുത്ത് ഇതിലോട്ടിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് അല്ലെങ്കിൽ പച്ചവെള്ളം ആദ്യം ഒന്ന് തിളപ്പിച്ച് അതിനകത്തേക്ക് ഇതിട്ട് അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് നല്ലോണം ഊറ്റിയെടുക്കുക. നന്നായിട്ട് പൊട്ടാസ്യം ഉള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പൊട്ടാസ്യം ഫോസ്ഫറസും ഉള്ളവർ ഊറ്റിയെടുക്കുക. അങ്ങനെ പച്ചക്കറി എടുത്തിട്ട് അത് നമുക്ക് സാലഡ് രൂപത്തിലും കഴിക്കാം. സാലഡ് രൂപത്തിൽ ഏതൊക്കെ പച്ചക്കറിയാണ് കഴിക്കേണ്ടതെന്ന് അറിയുമോ? ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, കുക്കുംബർ, നമ്മളുടെ സലാഡ് വെള്ളരിയുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ കോളിഫ്ലവർ ഉപയോഗിക്കാം, ബ്രൊക്കോളി ഉപയോഗിക്കാം. ഇവയെല്ലാം തന്നെ മഷ്റൂം ഒരു പരിധിവരെ ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് സാലഡ് രൂപത്തിൽ കഴിക്കാം. നട്ട്സിൻ്റെ എടുക്കുമ്പോഴത്തേക്ക് ബദാം അത്യാവശ്യം തൊലി കളഞ്ഞിട്ട് ബദാമും ദിവസവും 5-10 കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്കാവുമ്പോൾ ചോറ് നമുക്ക് കുറച്ച് ചെറിയ അളവിൽ ചോറെടുക്കുക. അതിൻ്റെ കൂടെ തിളപ്പിച്ചൂറ്റിയ പച്ചക്കറികൾ കൊണ്ടുള്ള അവിയൽ, ഇപ്പം പറയുന്ന പച്ചക്കറികൾ തന്നെയാണ് ഏകദേശം നല്ലത്. അവിയൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ തോരൻ ഉണ്ടാക്കാം. പയറില്ലേ, പച്ചപ്പയർ വെച്ചിട്ട് നമ്മൾ അച്ചങ്ങാപ്പയർ വെച്ചിട്ടുള്ള തോരനാവാം. പക്ഷേ ഏറ്റവും നല്ല ഒരു സംഭവം ഞാൻ ഇനി പറയുന്നതാണ് പച്ചപ്പയർ. നമ്മളുടെ അല്ലാതുള്ള പയറില്ലേ, നമ്മൾ പയർ, കടല, ആ ഗ്രൂപ്പിലുള്ള പൾസസ്, അത് ഏറ്റവും നല്ലതാണ് പച്ചപ്പയർ. ഏറ്റവും പ്രോട്ടീൻ രൂപത്തിൽ ഇപ്പം മുട്ട പറഞ്ഞു. അടുത്തത് ഈ ഒരു പച്ചപ്പയറാണ്, നമ്മുടെ ഗ്രീൻ ഗ്രാം. അതിൻ്റെ തോരൻ മിക്കവാറും ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏറ്റവും നന്നായിട്ടുണ്ട്. അതിനകത്ത് പ്രോട്ടീൻ, അത് ശരീരത്തിന് ഏറെ പെട്ടെന്ന് നമുക്ക് ബയോ അവൈലബിലിറ്റി ഉണ്ട്. മാത്രമല്ല പ്ലാൻ പ്രോട്ടീനാണ്, കിഡ്നിക്ക് ഒരു ലോഡും വരുത്തില്ല. പൊട്ടാസ്യവും ഈ പറയുന്ന ഫോസ്ഫറസും നമ്മുടെ കിഡ്നിക്ക് കുഴപ്പമായിട്ടിരിക്കുമ്പോൾ അത് വെളിയിലോട്ട് അരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിൻ്റെ അളവ് കുറയ്ക്കണം. അതാണ് അങ്ങനെയുള്ള ഭക്ഷണമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മീൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ പ്രോട്ടീൻ്റെ രൂപത്തിൽ നമുക്ക് മുട്ട കഴിഞ്ഞാൽ മീൻ എന്ന് പറയുമ്പോൾ ക്ലാച്ചി എന്നൊക്കെ പറഞ്ഞൊരെണ്ണമുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് ഫിഷ്, ഇതിൻ്റെയൊക്കെ പടം ഞാൻ ഇതിനകത്ത് കാണിക്കാം. ക്ലാച്ചി, ഓറഞ്ച് ഫിഷ്, ഈ സാധനങ്ങൾ രണ്ടും നല്ല മീനാണ്, നല്ല മീൻ വർഗ്ഗങ്ങളാണ്. പക്ഷെ നമ്മളുടെ സാധാരണ കിട്ടുന്ന പല നെത്തോലി ആവട്ടെ, പിന്നെ മത്തി ആവട്ടെ, ഇതിൻ്റെയൊക്കെ പൊട്ടാസ്യം ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് അതൊന്ന് കുറച്ച് കഴിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പയറും അതുപോലെ പച്ചക്കറികളുടെ തോരനും പിന്നെ തിളപ്പിച്ചൂറ്റി പച്ചക്കറികൾ, അത് ഒന്നീ സാലഡ് രൂപത്തിൽ ഉച്ചയ്ക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഈവനിങ്ങും കഴിക്കാം. അപ്പം അതുപോലെ ഈ തേങ്ങ ഇടുന്നത് ശ്രദ്ധിക്കണം. തേങ്ങ നമ്മൾ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ കൊത്ത് ഇടുന്നതായിരിക്കും നല്ലത്. പിഴിഞ്ഞ് കളയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പൊട്ടാസ്യം നന്നായിട്ട് കുറയും. പിന്നെ അത് വിളവും ഇച്ചിരി കുറഞ്ഞതാണ് നല്ലത്. ഒത്തിരി വിളയരുത്. ഒത്തിരി വിളയുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ് വരും. അതുകൊണ്ട് അത് കുറയ്ക്കുക. പിന്നെ ഇത് കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഈ മീൻ കറിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും മുകളിലായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഒന്ന് ഒഴിച്ചിട്ട് എല്ലാ ദിവസവും 5 ml വെച്ചെങ്കിലും മിനിമം 3 നേരവും വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഈ വൈകിട്ടാവുമ്പോഴും ഇതുപോലെ ഒരു കഞ്ഞി പോലെ ഒരെണ്ണം ഉണ്ടാക്കാം. ഈ പച്ചപ്പയർ ചേർക്കാം, അതോടൊപ്പം കുറച്ച് പച്ചക്കറികൾ, ഇപ്പം പറഞ്ഞ പച്ചക്കറികൾ, ക്യാരറ്റ് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്യാബേജ് ചേർക്കാം. അങ്ങനെയുള്ളൊരു കഞ്ഞി പോലെ ഉണ്ടാക്കി കഴിക്കാം. അതല്ല എങ്കിൽ ഇഡ്ഡലിയോ ദോശയോ തന്നെ രാത്രിത്തേക്ക് 1-2 എടുക്കുക. അതിനോടൊപ്പം ഈ പയർ തോരനോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് അതിനോടൊപ്പം ഈ ബോയിൽഡ് സാലഡ് തിളപ്പിച്ചൂറ്റി തന്നെയാണ്. ബോയിൽഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇട്ട് തിളപ്പിച്ച് ആദ്യത്തെ വെള്ളം കളയുന്നത് ഏറ്റവും പ്രധാനമാണ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ലീച്ചിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആദ്യം തിളപ്പിക്കുക, വെള്ളം കളയുക.
പിന്നെ കൂടുതൽ പൊട്ടാസ്യം ഉള്ള രണ്ടാമത് ഒന്നുകൂടെ തിളപ്പിച്ച് വെള്ളം കളയുന്നത് നല്ലതാണ്. ഏത് പച്ചക്കറികൾ എടുക്കുമ്പോഴും ഇതേ രീതി. അതുപോലെ തന്നെ ചോറിൻ്റെ കാര്യം, ചോറ് നമ്മൾ വേവിക്കാൻ വെക്കുന്ന വെള്ളം ആദ്യം തണുത്ത വെള്ളത്തിലോട്ട് അരി ഇടുക, അത് തിളയ്ക്കുക, അപ്പോൾ അത് ഊറ്റിക്കളയുക, വീണ്ടും ഒന്നുകൂടെ വെള്ളം ഒഴിക്കുക, അത് വീണ്ടും ഒന്നുകൂടെ തിളപ്പിച്ച് അതൊന്നുകൂടെ ഊറ്റുക. മൂന്നാമത്തെ വേവിലാണ് ഈ പറയുന്ന ഇച്ചിരി കുറച്ചെങ്കിലും തവിടുള്ള അരി ഉപയോഗിക്കേണ്ടത്. വെള്ളയരി നല്ലതാണ്, കഴിയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വെള്ളയരി വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഈ പൊട്ടറ്റോ ഒഴിവാക്കേണ്ട കുറച്ച് സാധനത്തിൻ്റെ ലിസ്റ്റും കൂടെ ഞാൻ ഇനിയിപ്പോൾ പറയാം. അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് കഴിക്കാം, മുട്ട കഴിക്കാം, മീൻ ഈ പറഞ്ഞ തരം മീൻ കഴിക്കാം, ഇത്രയുമാണ് നല്ലത്. പിന്നെ ഈ സോയാബീൻ്റെ ടോഫു എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും, ഇതൊരു പ്രോട്ടീൻ കണ്ടന്റ് ആണ്, അതും വലിയ കുഴപ്പമില്ലാത്ത ലീൻ പ്രോട്ടീനാണ്. പിന്നെ ചിക്കൻ ഒരു പരിധി വരെ ഓർഗാനിക് ചിക്കൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം, ഇതൊന്നും തുടരുതെന്നൊന്നുമല്ല. മട്ടണും ബീഫും മീറ്റായിട്ടുള്ള അതൊന്നും വേണ്ട, ചിക്കൻ ലീൻ മീറ്റായിട്ടുള്ള കോഴിയിറച്ചി ഇടയ്ക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാം രണ്ടിന് താഴെ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓർമ്മ വേണം. ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ഉള്ള ആൾക്കാർ. ഇതിനോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് തന്നെ ചികിത്സിക്കേണ്ടി വരും, അത് ഓർമ്മ വേണം. പിന്നെ ഇലക്കറികൾ ഒഴിവാക്കേണ്ടതിൻ്റെ ഒരു വലിയ ലിസ്റ്റുണ്ട്. ഇലക്കറികൾ വേണ്ടേ വേണ്ട, ഇതെല്ലാം പ്രശ്നക്കാരാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മീറ്റ്, ഇറച്ചി വർഗ്ഗങ്ങൾ, മട്ടണും ബീഫും ഒക്കെ തന്നെ, സ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ഈ ബർഗർ, ഇങ്ങനെയുള്ള റിഫൈൻ പ്രോഡക്ട്സ് പൂർണ്ണമായിട്ട് മാറ്റണം. സോസുകൾ പൂർണ്ണമായിട്ട് മാറ്റണം. ബ്രെഡ്, പൊറോട്ട, പാസ്ത, ചൈനീസ് നൂഡിൽസ് എന്നൊക്കെ പറയുന്ന വകുപ്പുകളെ നമുക്ക് കുറയ്ക്കണം. പിന്നെ വല്ലപ്പോഴും കൊതിയുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കഴിച്ചോളൂ, അത് കുഴപ്പം വരുന്നില്ല. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നത് കടല വർഗ്ഗങ്ങൾ, അത് വലിയ കുഴപ്പക്കാരാണ്. ഒത്തിരി കടല അല്ല, പച്ചപ്പയറാണ് നമുക്ക് ഈ പൾസസിൽ ഏറ്റവും നല്ല പച്ചപ്പയർ. ഗ്രീൻ പീസ് ആണെങ്കിലും അതിനകത്ത് ഒത്തിരി യൂറിക് ആസിഡ് ഉണ്ട്, അത് വീണ്ടും ഇവിടെ പ്രശ്നമാകും. അത് കിഡ്നിക്ക് അത് അരിപ്പയ്ക്ക് കുഴപ്പമില്ലേ, അപ്പോൾ ഇതെല്ലാം അരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് നിന്നിട്ട് യൂറിക് ആസിഡിൻ്റെ കൗട്ട് വരിക, അല്ലെങ്കിൽ അവിടെ ജോയിൻറ്റിൽ വേദന ഉണ്ടാവുക, കൂടാതെ ഈ പറയുന്ന ഹാർട്ടിൻ്റെ പ്രശ്നം. പൊട്ടാസ്യം കൂടി നിൽക്കുമ്പോൾ അത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമാണ്, പൊട്ടാസ്യത്തെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് ഹാർട്ടിനകത്ത് ഫിബ്രിലേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇറഗുലർ ആവുക, അതുപോലെ തന്നെയാണ് പമ്പിങ് ഫെയിലിയർ ഉണ്ടാവുക. അപ്പം ഹാർട്ട് അറ്റാക്ക് വരെ വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ഒരു പ്രക്രിയയാണ് പൊട്ടാസ്യം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതിനാണ് ഈ ലീച്ച് ഔട്ട് പരിപാടി പറയുന്നത്. കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട്, എൻ്റെ ഒത്തിരി പേഷ്യൻസിന് പൊട്ടാസ്യം വളരെ നോർമലായിട്ട് നിൽക്കുകയാണ്, അവർക്ക് കൂടാറേ ഇല്ല. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാൻ വന്ന് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് 2 ആഴ്ച കിടന്ന് ചികിത്സ കഴിയുമ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് മോഡിൽ കൃത്യമായിട്ട് പോകുന്നവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് തെറ്റിച്ച് പോയാൽ കുഴപ്പമാണ്. വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ കുഴപ്പമില്ല, പിറ്റേ ദിവസം നോർമലായി പോകണം, അതാണ് ഓർക്കേണ്ടത്. അപ്പോൾ ഇലക്കറികൾ വേണ്ട, തക്കാളി വേണ്ട, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വേണ്ട, കിഴങ്ങ് വർഗ്ഗങ്ങളും പ്രശ്നക്കാരാണ്. പിന്നെ ഈ മീറ്റ് വർഗ്ഗങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക. പിന്നെ ഇതിലൊക്കെ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട് കഴിക്കാം. 2ന് താഴെയുള്ള ക്രിയാറ്റിൻ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവിനും എല്ലാം കഴിക്കാം, ആവശ്യത്തിന് കഴിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളിലും പൊട്ടാസ്യം കൂടുതലുള്ളതുകൊണ്ട് ഏത്തപ്പഴം തീരെ വേണ്ടേ വേണ്ട. പപ്പായ കഴിക്കാം, പേരയ്ക്കകത്തും പൊട്ടാസ്യം ഉണ്ട്, അതുകൊണ്ട് അതും സൂക്ഷിച്ച് വേണം കഴിക്കാൻ. ഇപ്പോൾ കഴിക്കാൻ പറ്റുന്ന സേഫായിട്ടുള്ളത് പപ്പായ, ബെറീസൊക്കെ. അപ്പോൾ ബെറീസ് ഒന്നും ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കരുത്, മുഴുവനും ടോക്സിൻസ് ഇട്ടതാണ്, അതിനകത്ത് ഈ പ്രിസർവേറ്റീവ്സ് ഇട്ടാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് അത് നമുക്ക് വേണ്ടേ വേണ്ട. അപ്പോൾ ഈ ഒരു ഭക്ഷണക്രമം ഏകദേശം ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. വൈകിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് ഇഡ്ഡലിയോ ദോശയോ അതെന്തെങ്കിലും ഒരെണ്ണം കഴിക്കാം, അല്ലെങ്കിൽ അരിയുടെ നമ്മുടെ പുട്ടോ അതെന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം. പക്ഷേ ഡയബറ്റീസ് വെൽ കൺട്രോൾഡ് ആക്കി വെക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി 100 ഗ്രാമിന് താഴെ ആയിരിക്കണം ഈ കുക്ക്ഡ് കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം പാചകം ചെയ്തത് 100 ഗ്രാമിന് താഴെ വയ്ക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. പക്ഷേ പ്രോട്ടീൻ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ലീൻ പ്രോട്ടീൻ നോക്കി പച്ചപ്പയർ, അതുപോലെ തന്നെ മുട്ട, പിന്നെ മീൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ മീനൊക്കെ കിട്ടും, ക്ലാച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കിട്ടുമെങ്കിൽ അതിൻ്റെ പടം ഞാനതിനകത്ത് കാണിച്ചേക്കാം, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ അത് ഇടയ്ക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന്, കിഡ്നി രോഗികൾക്ക്, വൃക്ക രോഗികൾക്ക് ആരംഭത്തിൽ ഒരു ക്രിയാറ്റിനിൻ കുറയ്ക്കാൻ പറ്റിയ ഒരു ഭക്ഷണക്രമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നോക്കി പോകുന്നവർക്ക് നല്ല വലിയ ഡയാലിസിസിലേക്ക് പോകാതിരിക്കാം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോകാതിരിക്കാൻ നമുക്ക്
കഴിയുന്നത് ശ്രമിക്കാൻ പറ്റും. അത് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്താണ് ഇതിനകത്ത് മുഴുവൻ കാര്യം. അതുപോലെ മറ്റൊരു കാര്യം, അതായത് അമിതമായിട്ട് വ്യായാമ പ്രക്രിയകളിൽ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ ക്രിയാറ്റിൻ ഇറങ്ങുന്നത്. വ്യായാമ മസിൽ കൊണ്ടല്ലേ, അപ്പം കുറച്ച് പ്രോട്ടീൻ അത് നമ്മുടെ ബ്ലഡിൽ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രിയാറ്റിൻ കൂടും. അതുകൊണ്ട് അമിതമായ വ്യായാമം പാടില്ല. നടക്കാം, നന്നായിട്ട് നടക്കാം, സ്പീഡ് നടക്കാം. പിന്നെ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. റിലാക്സേഷനും യോഗയും മെഡിറ്റേഷനും ഒക്കെ വളരെ നല്ലതാണ്, അതും ചെയ്യാം. പിന്നെ നിങ്ങളുടെ അറിവിലേക്കായി മറ്റൊരു കാര്യം, ഞാൻ ഈ മറ്റന്നാൾ സെപ്റ്റംബർ 21 മലപ്പുറം മെഡി ഹാളിൽ എൻ്റെ ഒരു കൺസൾട്ടേഷൻ ഉണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 3 വരെയേ ഉള്ളൂ. ആ സമയത്തിന് താല്പര്യമുള്ളവർ മുകളിലത്തെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക. എൻ്റെ നമ്പർ മുകളിൽ കാണിക്കുന്നുണ്ട്, വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സെപ്റ്റംബർ 21. സെപ്റ്റംബർ 28 ഞാൻ എറണാകുളത്ത് കൺസൾട്ടേഷൻ ഉണ്ട്. എറണാകുളത്ത് എടപ്പള്ളി പുനർനവ ഹോസ്പിറ്റലിലാണ് കൺസൾട്ടേഷൻ. അപ്പോൾ അവിടെ ആവശ്യമുള്ളവർ ഈ നമ്പർ വിളിക്കാം. എറണാകുളം ഏരിയാസിലുള്ളവർക്ക് ഇപ്പോഴേ വിളിക്കാം, ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കാനുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ എല്ലാവരും എൻ്റെ പ്രോഗ്രാംസ് കണ്ട് നന്നായിട്ട് ഭക്ഷണവും നമ്മുടെ ജീവിതശൈലിയും ഒക്കെ മാറ്റി ജീവിതശൈലി ജന്യ രോഗങ്ങളിൽ നിന്നും മുക്തി നേടി ഹാപ്പി ആയിട്ടിരിക്കുന്ന പലരും എന്നെ വിളിക്കാറുണ്ട്. വളരെ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.